എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ കോക്ടെയിൽ അധ്യായത്തിലേക്ക് സാദരം സ്വാഗതം. ഈ രാജിവെക്കലൊന്നും ഒരു വിഷയമേ അല്ലെന്നാണല്ലോ തമിഴ്നാട്ടുകാർ 2 ദിവസമായി പറഞ്ഞു തരുന്നത്. ചിന്നമ്മ വെപ്പിച്ച രാജി കബാലിയെപ്പോലെ വന്ന് പിൻവലിച്ച് മുഖ്യമന്ത്രി കസേരയിൽ വീണ്ടും കയറി ഇരിക്കുകയാണല്ലോ പനീർശെൽവം. MLA-മാരെല്ലാം കൈക്കുമ്പിളിൽ ഉണ്ടായിട്ടും കൃത്യമായ പ്ലാനും പദ്ധതികളും ഇല്ലാതെ പോയതാണ് ചിന്നമ്മയ്ക്ക് പാരയാകുന്നത്. കാണാൻ ലുക്കില്ലെങ്കിലും പനീർസെൽവത്തിന് ഭയങ്കര ബുദ്ധിയായിരുന്നു. MLA-മാർ കയ്യിലില്ലാതിരുന്നിട്ടും ഗവർണറെ പാട്ടിലാക്കിയാണ് പനീർസെൽവം താക്കോല് കൈക്കലാക്കിയത്. 2 ദിവസമായി മുങ്ങി നടന്ന ഗവർണർ വരുന്നതും കാത്ത് ഇരിക്കുകയായിരുന്നു ചിന്നമ്മ. முக ஸ்டாலின் அவர்கள் சொல்லுகிறார் ஒரு பேட்டியில், ஒரு திருமண விழாவுக்கு போய்விட்டு திரும்புகிற போது, எங்கள் விருப்பம் ஓ பன்னீர்செல்வம் வருவதுதான், முதலமைச்சராக வருவதுதான் எங்கள் விருப்பம் என்று சொல்லுகிறார். எப்படி சொல்லுவார்? அவர் என்ன அனைத்து இந்திய அண்ணா திமுக தொண்டனா? அனைத்து இந்திய அண்ணா திராவிட முன்னேற்ற கழகத்தில் உழைத்தவரா, பாடுபட்டவரா? திமுகவிலே இருக்கிற ஒரு எதிர்க்கட்சியை சார்ந்த ஒரு தலைவர் இப்படி பேசுகிறார் என்று சொன்னால் இதிலிருந்து என்ன புரிகிறது என்றால், எந்த அளவுக்கு யார் யாரை இயக்கிக் கொண்டிருக்கிறார்கள் என்பது புரிகிறது என்பதை மட்டும் நான் இந்த நேரத்தில் தெரிவித்துக் கொள்ள விரும்புகிறேன். അമ്മ മരിച്ച പാതിരാത്രിയിൽ തന്നെ മുഖ്യമന്ത്രി കസേരയിൽ കയറി ഇരുന്ന പനീർസെൽവത്തിന് അന്നു തന്നെ ചിന്നമ്മയെ ഓർത്ത് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ആയതിനാൽ അന്നേ പ്ലാനും പദ്ധതിയും തയ്യാറാക്കി തന്നെയാണ് സെൽവം കളി തുടങ്ങി. கழகத்தினுடைய அவைத்தலைவர் மரியாதைக்குரிய மதுசூதனன் அவருடைய தலைமையிலே நம்முடைய தமிழகத்தினுடைய ஆளுநர் அவர்களை சந்தித்துவிட்டு தமிழகத்திலே நடைபெற்றுக் கொண்டிருக்கின்ற அத்தனை விவரங்களையும் വിരിവാக പേശി വന്നിരിക്കുന്നു. ശശികല എന്നത് കേവലം ചിന്നമ്മയല്ലല്ലോ, അവർക്ക് പിന്നിൽ വലിയ ഒരു ആർത്തി ടീംസ് തന്നെ ഉണ്ട്. മണ്ണാർക്കുടി മാഫിയ എന്നാണത്രേ അതിന്റെ പേര്. ഇവരാണ് പിന്നിൽ നിന്ന് ഈ മഹിളാമണിയെ കളിക്കളത്തിലേക്ക് തള്ളിവിടുന്നത്. അമ്മ മരിക്കുന്നതിന് മുൻപ് തന്നെ കിട്ടേണ്ടതെല്ലാം ഒപ്പിട്ട് വാങ്ങിക്കേണ്ടവർ വാങ്ങിച്ചു കഴിഞ്ഞു. അമ്മയുടെ താമസിച്ചിരുന്ന പോയസ് ഗാർഡൻ നേരത്തെ തന്നെ ചിന്നമ്മ പേരിലാക്കി കളഞ്ഞിട്ടുണ്ട്. ആ പോയസ് ഗാർഡനിൽ നിന്നും അവരെ ഒഴിപ്പിക്കാനുള്ള പരിപാടിയിലാണ് സെൽവം. എന്തായാലും തമിഴ് നാടകത്തിന് തിരശീല വീഴാറായിട്ടില്ല. ഇതാണ് പറയുന്നത്, ചിലർ ചങ്ക് തുറന്ന് കാണിച്ചാലും ചെമ്പരത്തിപ്പൂവാണെന്നേ മറ്റുള്ളവർ പറയും. പറഞ്ഞു വരുന്നത് കെ മുരളീധരൻജിയെ കുറിച്ചാണ്. ആരോഗ്യവും കളഞ്ഞ് ഇത്രയും ദിവസം പട്ടിണി കിടന്ന് സമരം ചെയ്ത മുരളീധരനോട് സഹപ്രവർത്തകൻ കുഞ്ഞാലിക്കുട്ടി ഇങ്ങനെ പറഞ്ഞത് ഒട്ടും ശരിയായില്ല. പേരൂർക്കടയിൽ സമരം നടത്തിയിട്ട് ഇപ്പോൾ ഇത് മുരളിയുടെ വിജയമൊന്നുമല്ലെന്നാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു കളഞ്ഞത്. ലോ കോളേജ് ഇഷ്യൂവിൽ നമ്മൾ അങ്ങനെ ഒരു പൂർണ്ണമായി രാഷ്ട്രീയം കാണേണ്ടതില്ല. കാരണം അത് അങ്ങനെ പൊളിറ്റിക്കലല്ല. വിജയത്തിൽ എത്തിയപ്പോൾ പിന്നെ വിവിധ പൊളിറ്റിക്കൽ പാർട്ടീസ് അത് ഞങ്ങളുടെ നേട്ടമാണ് എന്ന് പറഞ്ഞ് അവകാശവാദം ഉന്നയിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. എൻ്റെ അമ്മയെ നാട്ടിച്ച്. അല്ലെങ്കിലും മുരളീധരൻജിക്ക് ഇത് വേണം. നിരാഹാരം കിടക്കാൻ പോകുന്നതിന് മുൻപ് തന്നെ ഒരു പ്ലാനിംഗ് ഉണ്ടായിരുന്നുവെങ്കിൽ പാതി വഴിയിൽ വെച്ച് സമരം നിർത്തിപ്പോരേണ്ടി വരുമായിരുന്നോ? മുരളീധരന്റെ സമരം വേണ്ടാത്ത പണിയായി പോയി എന്ന് പറഞ്ഞു കളഞ്ഞെങ്കിലും അല്പം സോപ്പിട്ട് നിർത്താനും കുഞ്ഞാലിക്കുട്ടി സാഹിബ് മറന്നില്ല. പിന്നെ മുരളീധരൻ തീർച്ചയായും തിരുവനന്തപുരത്ത് ഏത് വിഷയത്തിലും നല്ല, അങ്ങനെ തിരുവനന്തപുരത്തുള്ള ഒരു ഇഷ്യൂ എന്നുള്ള നിലയിൽ ശ്രീ മുരളീധരൻ്റെ കെ മുരളീധരൻ്റെ MLA മുരളീധരൻ്റെ ആ സമരത്തിലുള്ള സാന്നിധ്യം വളരെ ശ്രദ്ധേയമായിരുന്നു. മുരളീധരൻ രംഗത്ത് വന്നപ്പോഴാണ് സമരത്തിനൊരു ടേൺ വന്നത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. മുരളീധരൻജിയുടെ കഷ്ടപ്പാടിനെ ഇങ്ങനെ വില കുറച്ച് കാണുന്നത് എന്തുകൊണ്ടും ശരിയല്ല. കാരണം ഒട്ടേറെ പ്രതിബന്ധങ്ങൾ തരണം ചെയ്താണ് മുരളീധരൻജി പട്ടിണി കിടന്നത്.
വിശന്ന് പൊരിഞ്ഞ് മുരളീധരൻജി സമരം ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വനിതാ പ്രവർത്തകർ പാചകം ചെയ്ത് മുരളീധരൻജിയെ പരീക്ഷിച്ചതാണ്. ഇനി കുടുംബശ്രീ പ്രവർത്തകർക്ക് മന്ത്രി KT ജലീൽ നൽകുന്ന ഫ്രീ ഉപദേശമാണ്. കേൾക്കാം. സാധാരണ സ്ത്രീകളുടെ പരിപാടിയിൽ സ്ത്രീകൾ സമയത്ത് വരുമെന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷേ ഇതിലിപ്പോ പുരുഷന്മാരാണ് യഥാർത്ഥ സമയത്ത് വന്നത്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കുടുംബശ്രീ ഒരു പരിപാടി 10 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞാൽ 9:55 അതിൽ അറ്റൻഡ് ചെയ്യേണ്ടവർ എത്തിയിരിക്കണം. അല്ലെങ്കിൽ പുരുഷന്മാരെ പോലെ അരസന്മാരാണ് സ്ത്രീകളും എന്ന് പറയും. അത്തരമൊരു സാഹചര്യം ഒഴിവാക്കണം. പല കാര്യങ്ങളിലും പുരുഷന്മാരെക്കാളും മെച്ചപ്പെട്ട നിലയിലാണ് സ്ത്രീകൾ എന്ന് പറയാറുണ്ട്. പണമിടപാടുകളുടെ കാര്യത്തിൽ സ്ത്രീകൾക്ക് ആളുകൾ കടം കൊടുക്കാൻ തയ്യാറാണ്, പുരുഷന്മാർക്ക് കൊടുക്കാൻ തയ്യാറില്ല. സ്ത്രീകൾക്ക് കൊടുത്താൽ അത് തിരിച്ചു കിട്ടും. അപ്പൊ നല്ല പേര് സമയത്തെത്തുക എന്നുള്ള കാര്യത്തിലും മേലിൽ തുടരണം, അതിന് ശ്രമിക്കണമെന്ന് ഞാൻ പറയുക. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് ഇപ്പോൾ 10 മണിക്ക് തുടങ്ങും എന്നാണ് പറഞ്ഞത്. പിന്നിലിരിക്കുന്ന ആളുകൾ വന്നത് 10:45. മേലിൽ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കണം.